Hello friends. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഫയൽസിൽ എങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നു ഫയൽസിൽ എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നു നോക്കാനാണ് നമ്മൾ നോക്കുന്നത്. ഫയൽസില എന്ന് പറഞ്ഞാൽ ഈസ് എ ഫ്രീ സോഫ്റ്റ്വെയർ ക്രോസ് പ്ലാറ്റ്ഫോം FTP ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് സെർവറിലേക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാനും അവിടുന്ന് ഇങ്ങോട്ട് റിട്രീവ് ചെയ്യാനൊക്കെ ഫയൽ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷനാണ് എന്ത് ഫയൽസില എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് വിൻഡോസിൻ്റെ അകത്ത് വർക്ക് ചെയ്യും. ഇവിടെ പറയുന്നുണ്ട് വിൻഡോസിൻ്റെ അകത്ത്, ലിനക്സിൻ്റെ അകത്ത്, മാക് OSൻ്റെ അകത്തൊക്കെ ഇത് നമുക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ ഇതിന് നമുക്ക് ഡൗൺലോഡ് ഫയൽസില ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഡൗൺലോഡ് ഫയൽസില ക്ലയൻറ്റ് ലിനക്സ് 64 ബിറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ സോഫ്റ്റ്വെയർ സെൻറ്ററിൽ പോയിട്ട് നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇവിടെ നമുക്ക് ഉണ്ടോ ഫയൽസില FTP ക്ലയൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സിമ്പിളായിട്ട് നമുക്ക് ഫയൽ അപ്ലോഡ് ചെയ്യാനും നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയാൽ വെബ്സൈറ്റിൻ്റെ ഫയലും സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യാനും മാറ്റി വെക്കാനൊക്കെ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഫയൽസില എന്ന് പറയുന്നത്. നമുക്കിത് എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിത് എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. ഇവിടെ ഗെറ്റിംഗ് ഹെൽപ്പ് എന്ന് പറയുന്ന ഡോക്യുമെൻറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഇതാണ് നമ്മളെ ഫയൽസിലെ ഇൻ്റർഫേസ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഹോസ്റ്റ് നെയിം കൊടുക്കാനും യൂസർ നെയിം കൊടുക്കാനും പാസ്വേഡ് കൊടുക്കാനും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്കിവിടെ കണക്ട് ചെയ്യാം. ക്വിക്ക് കണക്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ജസ്റ്റ് ഇപ്പോൾ ഒരു നമ്മളെ കയ്യിലുള്ള ഒരു ഇതിൻ്റെ അകത്തേക്ക് നമുക്കൊന്ന് ലോഗിൻ ചെയ്ത് നോക്കാം എങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മൾ ഫയൽസിലെടുക്കാം. ഇവിടെ നമ്മൾ ഹോസ്റ്റ് നെയിം കൊടുക്കാം. ഇനി നമ്മൾ എന്ത് വേണ്ട വെച്ചാൽ ഇതിൻ്റെ യൂസർ നെയിം ഇവിടെ കൊടുക്കാം. അതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ക്വിക്ക് കണക്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് അപ്പോൾ നമ്മളിവിടെ പറയുന്നുണ്ട് ഇതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല, ജസ്റ്റ് ഡൊമൈൻ നെയിം മാത്രം ഇവിടെ കൊടുത്താൽ മതി. പാസ്വേഡ്, ഡു നോട്ട് സേവ് പാസ്വേഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. സേവ് പാസ്വേഡ് കൊടുത്താൽ പിന്നെ നമുക്ക് അത് ഇവിടുന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അതിന്മേൽ ക്ലിക്ക് ചെയ്താൽ പിന്നെ നമുക്ക് പാസ്വേഡ് ഒന്നും കൊടുക്കണ്ട. അപ്പോൾ നമ്മൾ സേവ് പാസ്വേഡ് കൊടുത്തു ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്തായി, നമ്മളെ കണ്ടോ കണക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ സെർവറിൻ്റെ അകത്തുള്ള നമ്മളെ ഫയൽസ് വരുന്നത്. ഉണ്ടോ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ വെബ്സൈറ്റൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പബ്ലിക് HTML എന്ന് പറഞ്ഞ ഫോൾഡറിൻ്റെ അകത്താണ്. വലുതാക്കിയാൽ ഇത് പബ്ലിക് FTP ആണ്. ബാക്കോട്ട് പോകണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഇവിടെ പിടിച്ച് ക്ലിക്ക് ചെയ്താൽ ഇതാണ് നമ്മളെ പബ്ലിക് HTMLൻ്റെ അകത്തുള്ള ഫയൽസ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് നേരിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് എവിടെ നിന്നാണ് വേണ്ടിച്ചാൽ നമ്മളെ ലൊക്കേഷൻ എന്ത് ചെയ്യാം, നമുക്ക് ഫയൽസ് ഇത് നമ്മളെ സിസ്റ്റത്തിലുള്ള ഫയൽസാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വിൻഡോസ് ആണെങ്കിൽ C ഡ്രൈവ്, E ഡ്രൈവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇപ്പോൾ ഡെസ്ക്ടോപ്പിലുള്ള ഫയലാണ് വേണ്ടിച്ചാൽ ഡെസ്ക്ടോപ്പ് ക്ലിക്ക് ചെയ്യാം. ഏത് ഫയലാണ് വേണ്ടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇങ്ങോട്ട് കോപ്പി ചെയ്ത് വലിച്ചിട്ടാൽ കണ്ടോ ഇത് ഫയൽ ട്രാൻസ്ഫർ എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ സക്സസ്ഫുൾ ട്രാൻസ്ഫേഴ്സ് എന്ന് പറഞ്ഞിട്ട് 1 കാണിച്ചു. നമ്മൾ ഫോൾഡർ വേണമെങ്കിൽ ഫോൾഡർ ഒന്നായിട്ട് വലിച്ചിടാം. അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ഇതിവിടെ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് എത്ര ഹോസ്റ്റിംഗ് സ്പേസ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ cPanelൻ്റെ യൂസർ നെയിമും പാസ്വേഡും നമ്മളെ ഹോസ്റ്റ് നെയിമും ആണ് ഈ കാണുന്നത്. ഹോസ്റ്റ് അഡ്രസ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ
അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫയൽസില എന്ന് പറഞ്ഞ നമ്മൾ FTP ഇതുണ്ടോ സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഇത് വേണ്ടെങ്കിൽ ഫയൽ വേണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാം, ഇവിടുന്ന് തന്നെ എഡിറ്റ് ചെയ്യാം, നമുക്ക് നമ്മൾ HTML ഫയലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം എഡിറ്റ് ചെയ്യാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇത് യൂസ് ചെയ്യാം. ജസ്റ്റ് നമുക്ക് ഈ ഫയൽ എഡിറ്റ് ചെയ്യേണ്ട വെച്ചാൽ എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ ആൻഡ് എഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളോട് ചോദിക്കുന്നുണ്ട് ഓപ്പൺ ലോക്കൽ ഫയൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം നമുക്ക്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് എഡിറ്ററിലത് ഓപ്പൺ ചെയ്ത് വരും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം എഡിറ്റ് ചെയ്യും സേവ് ചെയ്യുകയൊക്കെ ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലോഡ് ആവും. ഇങ്ങനെയാണ് നമ്മൾ ഫയൽസില എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.